നമസ്കാരം. ഭാഗ്യസംഖ്യ. ഇന്ന് നമ്മളിൽ ചിലരെങ്കിലും ഇതിൻ്റെ കെണിയിൽ പെട്ടുപോകാറുണ്ട്. ഇതിനെക്കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഒരുപാട് പേരുടെ മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം വൃത്തിയാക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഒരു പ്രാവശ്യം കഴുകിക്കഴിഞ്ഞാൽ മനസ്സിലുള്ള മാലിന്യങ്ങൾ പോകുന്നില്ല. നമ്മളെന്നും നാമജപം ജപിച്ചാണ് ശുദ്ധിയിലേക്ക് നീങ്ങുന്നത്. അതുപോലെ ഈ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞാലേ മനുഷ്യ മനസ്സിൽ കയറുകയുള്ളൂ എന്നുള്ള ഒരു വിഷയം കാരണം ഒന്നുകൂടി പറയുകയാണ്. ഭാഗ്യസംഖ്യ. ഉദാഹരണം നമുക്കിന്ന് എടുക്കാം. ഒരാൾ ജനുവരി 1-ാം തീയതി 2025 ജനിക്കുകയാണ്. തിരുവനന്തപുരത്താണ് ജനനം. രാവിലെ 8 മണിക്ക് ജനിച്ചു എന്ന് വെക്കാം. ഒന്നുകൂടി പറയുകയാണ്. ഒരാൾ ജനുവരി മാസം 1-ാം തീയതി 2025 ജനിക്കുകയാണ്. രാവിലെ ഒരു 8 മണി, ഏകദേശം 8 മണിക്ക് ജനിക്കുന്നു. തിരുവനന്തപുരത്ത് ജനിച്ചു. എൻ്റെ ഭാഗ്യസംഖ്യ പറയാമോ എന്ന് ചോദിച്ച് നമ്മൾ അതിൻ്റെ പുറകെ പോവുകയാണ്. എങ്ങനെയെങ്കിലും ഭാഗ്യം കൂടുവോ എന്നുള്ളതാണ്. ഭാഗ്യം എന്ന് വെച്ചാൽ എന്താണ്? ഭാഗ്യാനി പൂർവതപസാ ഖലു സഞ്ചിതാനി കാലേ ഫലന്തി പുരുഷസ്യ യഥൈവ വൃക്ഷഃ എന്ന് പറയുന്നുണ്ട്. ഭാഗ്യാനി പൂർവതപസാ. അപ്പോൾ മുമ്പ് ചെയ്ത സത്കർമ്മങ്ങളെ, തപസ് ഇവിടെ കർമ്മം, നല്ല കർമ്മങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്ത തപസ്, സത്കർമ്മം, അതിൻ്റെ പരിണാമ ഫലമാണ് ഭാഗ്യം. ഭാഗ്യാനി പൂർവതപസാ ഖലു സഞ്ചിതാനി. സഞ്ചിതാനി എന്ന് പറയുമ്പോൾ അത് ചേർന്ന് കിടക്കും. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അത് എഫ് ഡി ആയിട്ട് കിടന്ന് അത് നമുക്ക് ഇൻട്രസ്റ്റ് കൂടി നമുക്ക് കിട്ടുന്നത് പോലെ അത് ഡിറ്റോ ആയിട്ട്, ലോജിക്കായിട്ട് ദയവ് ചെയ്ത് ഇതിനെ ട്രാൻസ്ലേഷൻ ചെയ്യരുത്. ഇതിനെ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ. അതുപോലെ സഞ്ചിതമായിട്ട് പൂർവതപസാ ഖലു സഞ്ചിതാനി കാലേ ഫലന്തി പുരുഷസ്യ. അപ്പോൾ സമയാസമയത്തിന് എപ്രകാരമാണോ ഓരോ ഋതുവിലും ഓരോ വെജിറ്റബിൾസ്, ഈ പച്ചക്കറികളെല്ലാം തന്നെ ഒരു ഋതുവിൽ കായ്ക്കുന്നില്ല, മാറിയാണ്. ഋതുവിനനുസരിച്ച് ഇതിലെല്ലാം മാറ്റം വരും. അതുപോലെ കാലേ ഫലന്തി, സമയമാകുമ്പോൾ നമ്മളുടെ അടുത്ത് വന്നു ചേരുകയാണ്. അതിനെ ഭാഗ്യം എന്ന് പറയുന്നു. പക്ഷേ അത് ഇന്ന് ഭാഗ്യസംഖ്യയിലേക്ക് വന്നെത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ജനുവരി മാസം 1-ാം തീയതി ജനിച്ച ഒരാൾക്ക് എന്താണ് ഭാഗ്യസംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗ്യ നമ്പർ നിൻ്റെ 1 പറയും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യമുണ്ട്. അന്നേ ദിവസം ധനുമാസം 17-ാം തീയതിയാണ്. 1200-ാം ആണ്ട്, കൊല്ലവർഷം 1200-ാം ആണ്ട്, ധനുമാസം 17-ാം തീയതിയാണ്. നമ്മൾ മലയാളികളല്ലേ, 7 1 8 എന്ന സംഖ്യ സ്വീകരിക്കാമോ എന്ന അടുത്ത ചോദ്യം വരും. അപ്പോൾ മലയാളിയുടെ കലണ്ടറിനനുസരിച്ച് വേറെ നമ്പറായി. ഇംഗ്ലീഷ് കലണ്ടർ, ഗ്രിഗറിയുടെ കലണ്ടർ അനുസരിച്ച് 1 ഇനി നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ കലണ്ടർ, ഇന്ത്യൻ ശക ഇറ എന്ന് പറയും, ശകവർഷം. പൗഷമാസം 11-ാം തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ 1 1 2 എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഒരേ ദിവസം ജനിച്ച ആൾക്കാർക്ക് പലതരം വിശ്വാസികൾ ആണെന്ന് കൂട്ടിക്കോളൂ. കാലണ്ടർ എല്ലാം വേറെയാണ്. പലതരം സംഖ്യ ലഭിക്കും. ചൈനീസ് പറയുകയാണ് എൻ്റെ നമ്പർ വേറെയാണ്, ജാപ്പനീസ് പറയുകയാണ് എൻ്റെ സംഖ്യ വേറെയാണ്. അപ്പോൾ ഇതിന് അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം ഇന്ന് ഗ്ലോബൽ റെഫറൻസ് ഗ്രിഗറി കാലണ്ടറാണ്. ഒരു 500 കൊല്ലമേ ആയിട്ടുള്ളൂ. ഈ ഗ്രിഗറി എന്ന രാജാവ് ജൂലിയൻ എന്ന രാജാവിൻ്റെ കലണ്ടറിനെ മാറ്റി ഒരു 500-550 വർഷം പഴക്കം, ഇത്ര മാത്രമേ ഉള്ളൂ ഇതിന്. അത് ഇന്ന് ഗ്ലോബൽ റെഫറൻസ് ആയിട്ട് സൃഷ്ടിച്ചപ്പോൾ, ഇല്ലെങ്കിൽ അതിനെ നോക്കി മുന്നോട്ട് പോയപ്പോൾ നാം അത് തന്നെയാണ് ശരി എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ 1 എന്നുള്ള ഭാഗ്യസംഖ്യ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭാഗ്യം കൂടും എന്നുള്ള ചിന്ത തെറ്റാണെന്നാണ് ഇവിടെ അഭിപ്രായം. സെൻറ്റിമെൻ്റാണ്. എനിക്ക് 1 ഇഷ്ടമാണ്, ഞാൻ എൻ്റെ ഭാഗ്യ നമ്പറായിട്ട് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ആകാം, തെറ്റില്ല. പക്ഷേ ഈ 1 എൻ്റെ ഭാഗ്യത്തിന് കാരണം എന്ന ശാസ്ത്രീയമായിട്ടുള്ള വാദം തെറ്റാണ്. ഇല്ലെങ്കിൽ ആ നമ്പറിന് വേണ്ടി നാം ഓടിയിട്ട്
പല സ്ഥലത്തും പോയി ധനമെല്ലാം വേസ്റ്റാക്കി മുന്നോട്ട് പോകുന്ന ചിന്താ പദ്ധതി തെറ്റാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഏവരും ചിന്തിക്കുക. നമസ്കാരം.